ഗുഡ് മോർണിംഗ് ടീച്ചർ. കഴിഞ്ഞോ? പാട്ട് പാടിക്കഴിഞ്ഞോ? ക്ലാസ്സിലോട്ട് കയറി വന്ന് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നെങ്കിൽ പാട്ട് പാടിയില്ലെങ്കിൽ പറ്റത്തില്ലേ പിള്ളേർ? ഹൈസ്കൂളൊക്കെ ആയില്ലേ, നിർത്താറായില്ലേ? ഇംഗ്ലീഷ് പീരീഡ് കഴിഞ്ഞില്ലായിരിക്കും. ഇനി ഞാൻ വന്നത് തുടച്ച് വൃത്തിയാക്കി നിങ്ങളെ പഠിപ്പിക്കണോ? ആരെങ്കിലും വന്നതെന്ന് മായ്ച്ചിട്ടേ. ചോക്കൊന്നുമില്ലേ? ഒരൊറ്റ വലിയ ചോക്കില്ല. ഇതൊക്കെ ക്ലാസ് ലീഡറിൻ്റെ ഉത്തരവാദിത്വം കേട്ടോ. എടുത്തോണ്ട് വന്നേ, സ്റ്റാഫ് റൂമിൽ ഇരിപ്പുണ്ട്. പുതിയത് വന്നിട്ടുണ്ട്. ശോഭ ടീച്ചറെ ഒരു മിനിറ്റ് ഉണ്ടായിരുന്നേ പിള്ളേരെ. ഞാനിപ്പോൾ വരുമ്പോൾ ഹോംവർക്ക് ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ അന്നേരം കാണാം. ഒരു 5 മിനിറ്റ് നിങ്ങളുടെ വാടച്ചിരിക്കാൻ പറ്റത്തില്ലേ പിള്ളേരെ? ഒരു ടീച്ചർ ക്ലാസ്സിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന അവരോടൊരു റെസ്പെക്റ്റ് കൊടുത്തൂടെ? ഞാനിവിടെ നിൽക്കുമല്ലേ. ഇതുപോലൊരു വേസ്റ്റ് ബാച്ച് ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. എടുക്ക്, എല്ലാവരും ഹോംവർക്ക് എടുക്ക്. ഈ കിടന്ന് അലയ്ക്കുന്ന സാമർഥ്യമൊക്കെ എത്ര പേർക്ക് നോട്ട്ബുക്കിലുണ്ടെന്ന് നോക്കട്ടെ. ഹരിതേ, ഹോംവർക്ക് എടുത്തേ. ചെയ്തില്ലേ? ലക്ഷ്മി ചെയ്തിട്ടില്ല. ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് എണീറ്റേ. ഇത്രയും പേര് ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ എന്തിനാണ് പിള്ളേരെ ഇവിടെ പഠിപ്പിക്കുന്നത്? ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ഹോംവർക്ക് ചെയ്യാത്ത പിള്ളേരൊക്കെ ഇറങ്ങിക്കോ. എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഇറങ്ങിക്കോ. പ്രിൻസിപ്പാൾ വെളിയിൽ നിൽപ്പുണ്ട്, പോയി മറുപടി പറഞ്ഞിട്ട് വന്നാൽ മതി. കേൾക്കണ്ട പറഞ്ഞല്ലോ. ഹോംവർക്ക് ചെയ്ത വിരലെണ്ണാവുന്ന പിള്ളേരേ ഉള്ളൂ. ഞാൻ അവരെ പഠിപ്പിച്ചാൽ പോരെ? ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിക്കോ. ഹോംവർക്ക് ചെയ്യാതെ ഒരു കുട്ടികളും എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട. നിങ്ങൾ ഇറങ്ങുന്നോ അതോ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ പോയേക്കാം. ബെല്ലടിച്ചു. ഞാൻ ഇന്നീ പഠിപ്പിച്ച പോർഷൻസ് നിങ്ങളാരെങ്കിലും അവരെ പഠിപ്പിച്ചു കൊടുക്കുമോ അതല്ല അവർ ട്യൂഷന് പോയി പഠിക്കുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയണ്ട. ഞാൻ നാളെ ക്ലാസ് ടെസ്റ്റ് ഇടും. എല്ലാവർക്കും ഉണ്ടാവും. ക്ലാസ്സിലിരുന്നവർക്കും ഇരിക്കാത്തവർക്കും ഒക്കെ ടെസ്റ്റ് പേപ്പർ ഇടും. അന്നേരം ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് അവരോട് പറഞ്ഞേക്കണം കേട്ടോ. അപ്പം എല്ലാവരും പഠിച്ചുകൊണ്ട് വേണം വരാൻ. നാളെ എനിക്കിനി ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഈ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നവരൊന്നും നാളെ ഇനി ചെയ്യാതെയും വരരുത് കേട്ടല്ലോ.